എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുവാനായിട്ട് പോകുന്നത് ഷെഫീൽഡിലുള്ള 2 പാർക്കുകളാണ്. ഒന്നാമത്തെ പാർക്ക് ക്രൂക്സ് വാലി പാർക്ക്, അതുപോലെ തന്നെ രണ്ടാമത്തേത് അതിനോട് വളരെ ചേർന്ന് കിടക്കുന്ന വെസ്റ്റേൺ പാർക്ക്. ഈ 2 പാർക്കുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഞങ്ങൾ താമസിക്കുന്നത് ക്രൂക്സിൽ എസ്റ്റൻ എന്ന് പറയുന്നിട്ടുള്ള ഏരിയയിലാണ്. അവിടെ നിന്ന് ഈ പാർക്കിലേക്ക് ഏകദേശം 1/2 മൈൽ ദൂരം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പാർക്കിൻ്റെ നടുക്ക് ഭാഗത്തുള്ള ഒരു ലേക്കുണ്ട്. ആ ലേക്കിലേക്ക് നിങ്ങളെ കാഴ്ചകൾ കാണിക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന അതിൻ്റെ ഇടതുവശത്ത് ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. അവിടെ ഇന്ന് കുട്ടികളെ ഒന്നും കാര്യമായിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് ക്യാമറ കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാർക്കിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു ലേക്കുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ലേക്കിൻ്റെ അടുത്തേക്കാണ് നിങ്ങളെ ഞാൻ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഷെഫീൽഡ് സിറ്റി കൗൺസിലിൻ്റെ അണ്ടറിലുള്ള ഒരു പാർക്കാണ്. ഇത് സിറ്റി സെൻട്രലിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്കാണ്.
ഈ ഒരു ലേക്കിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 18-ാം നൂറ്റാണ്ടിൽ ഷെഫീൽഡ് സിറ്റിയിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഏകദേശം 10 റിസർവോയറുകൾ ഇവർ നിർമ്മിക്കുകയുണ്ടായി. അതിൽ ഒരു റിസർവോയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഇതിൻ്റെ അന്ന് ഇട്ടിരുന്ന പേര് ഓൾഡ് ഗ്രേറ്റ് ഡാം എന്ന് ആയിരുന്നു. ഈ ഡാമിന് പറയപ്പെടുന്നത് 60 അടി താഴ്ചയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് സ്വിമ്മിങ്ങിനായിട്ട് തുറന്നു കൊടുക്കുന്നതുമായിരിക്കും. ലോക്കൽ സ്വിമ്മേഴ്സൊക്കെ ഇവിടെ പല സമയങ്ങളിലും വന്ന് സ്വിമ്മിങ് നടത്തുന്നതായിട്ട് അറിയുവാനായിട്ടിടയായി. 1821 ജൂലൈയിൽ ഒരു സ്വിമ്മർ ഇതിനകത്ത് വെള്ളത്തിൽ മുങ്ങി മരിച്ചുവെന്ന് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ രേഖകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ ക്രൂക്സ് വാലി പാർക്കിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം വെസ്റ്റേൺ പാർക്കിലേക്ക് എത്തി. ഇപ്പോൾ ഈ കാണുന്നത് വെസ്റ്റേൺ പാർക്കിലുള്ള ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കണ്ടോ, ഈ പൂക്കൾ എത്ര മനോഹരമായിട്ടാണ് അവർ അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഷെഫീൽഡിലെ ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 33-35 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ വന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ ദിവസങ്ങളിലുമൊക്കെ ഇവർ ഇത് വളരെ ഭംഗിയായിട്ട് അതിനെ ഉണങ്ങിപ്പോകാതെ അല്ലെങ്കിൽ വാടിപ്പോകാത്ത രീതിയിൽ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരെ ശരിക്കും നമ്മൾ അവരെ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. അതായത് ഏത് ക്ലൈമറ്റിലും ഈ പൂക്കളൊക്കെ ഭംഗിയോടുകൂടി നിലനിർത്തുവാൻ തക്കവണ്ണം അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ അത് ഇത്രയും ഭംഗിയോടുകൂടി ഇങ്ങനെ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വെസ്റ്റേൺ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത് 1875 ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഈ പാർക്കിനോട് ചേർന്ന് ഷെഫീൽഡ് സിറ്റി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുവെന്ന്. ആ മ്യൂസിയത്തിൽ ശരിക്കും ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഇത് എൻ്റെ കൂടെ വന്ന ഫാമിലിയാണ്. വൈഫിൻ്റെ മദറാണ്, മോളും കൂടെയുണ്ട്. അവർ
അവിടെ എന്തോ കാഴ്ചകളൊക്കെ കാണുകയാണ്. ഈ പാർക്കിൽ ശരിക്കും എടുത്തു പറയുവാനായിട്ട് ഉള്ള 1-2 കാര്യങ്ങളെന്ന് പറയുന്നത്, രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഏകദേശം 8800ഓളം സോൾജിയേഴ്സ് തങ്ങളുടെ ജീവൻ യുദ്ധത്തിൽ നഷ്ടപ്പെടുകയുണ്ടായി. അവർക്ക് വേണ്ടിയിട്ട് ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേക ഭാഗം വേർതിരിക്കുകയും അവരുടെ ഓർമ്മയ്ക്കായിട്ട് മെമ്മോറിയൽ പ്ലേസ് ആയിട്ട് വേർതിരിച്ചുവെന്ന് ഇതിൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ സന്ദർശിച്ച് പോവുകയുണ്ടായി. UK ഒരു പ്രത്യേക കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതായിട്ടുള്ള സമയത്ത് ഇവിടുത്തെ പബ്ലിക്കിനെ, അതായത് ഇവിടുത്തെ ജനങ്ങളെ ഒന്നും അധികം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചില വശങ്ങളിൽ ഒക്കെ ചില ആൾക്കാരൊക്കെ ഇരുന്നുകൊണ്ട് വായിക്കുകയും മറ്റ് ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും നമുക്കത് വീഡിയോയിലേക്ക് പകർത്തുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് ഞാനത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ 2 പാർക്കുകളും ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസസ് ഉള്ളതും ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ളതും ഒക്കെയാണ്. ഷെഫീൽഡിലുള്ള മിക്കവാറും ആളുകൾ ഈ പാർക്കുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തായിരുന്നാലും നിങ്ങളുടെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുവാനും മടിക്കരുത്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.